ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പുളിശ്ശേരി പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിലൊരു രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നതെന്ന്. ഇനി ഇതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. തൈര് 300 മില്ലി, തേങ്ങ കുറച്ച്, ജീരകം 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, എണ്ണ 4 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, ഉണക്കമുളക് 3-4, കടുക് 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ആദ്യം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പുളിശ്ശേരിക്ക് തേങ്ങ വളരെ കുറച്ച് മതിയേ. ഇതിലേക്ക് നമുക്ക് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇവിടെ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്തതും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കണം. കൂടെ തന്നെ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. ഇതിനി ഒന്ന് തിളച്ച് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരണം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ പച്ച മണമൊക്കെ മാറി വന്നിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് തീ വളരെ കുറച്ചിട്ടതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഞാനിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ചെറിയ പുളിയുള്ള തൈര് വേണം ചേർക്കാൻ. തൈര് ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കരുത്, ഒന്ന് ചൂടാക്കി എടുക്കുകയേ ചെയ്യാവൂ. ഇത് ചൂടായി വന്നതും നമുക്കിത് ഇറക്കി വയ്ക്കാം. തളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായതും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതും അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് മൂപ്പിക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.